പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിശ്വാസമുള്ള ഹൃദയവും ആത്മാവും മനസ്സും കണ്ണുകളും നമുക്ക് വേണം. വിശുദ്ധിയുടെ പാതയിൽ ഒരു പ്രകാശമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. വചനമുണ്ടല്ലോ, എഫേസോസ് 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഈ വിശ്വാസമാകുന്ന ദാനം ദിവ്യകാരുണ്യനാഥ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം വിശ്വാസത്തിൻ്റെ പടവുകൾ ചവിട്ടിയാണ് ഒരു മനുഷ്യൻ വിശുദ്ധിയിലേക്ക് എത്തുക. വിശ്വാസത്തിൽ കർത്താവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റോമ 10:9, യേശു കർത്താവാകുന്നുവെന്ന് നിന്റെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എൻ്റെ യേശു എൻ്റെ കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ, വിശ്വസിക്കണം, അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു, പിതാവ് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്ന് പറയും. ആ ഒരു വിശ്വാസം ഉണ്ടാവണം. എൻ്റെ കർത്താവ് ഉദ്ധിതനാണ്. ഉദ്ധിതനായ കർത്താവ് എന്നെയും ഈ ലോകത്തിൻ്റെ അഴുക്കിൽ നിന്ന് വിശുദ്ധിയുടെ ഉദ്യാനത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കെൽപ്പുള്ളവനാണെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടോ? വിശുദ്ധിയുടെ വഴിയിൽ നമുക്ക് നടക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്കറിയാലോ. വിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ പറഞ്ഞ എന്താ? ലൂക്ക 1:45, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വസിക്കണം. കർത്താവിൻ്റെ ഓരോ വാഗ്ദാനങ്ങളും, കർത്താവിൻ്റെ ഓരോ വചനവും, കർത്താവിൻ്റെ ഓരോ വെളിപാടുകളും വിശ്വസിച്ച് നമ്മൾ ജീവിക്കുവാണെങ്കിൽ വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്, ഈശോയെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.